ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നന്ദുമോൻ അറിഞ്ഞിരിക്കുകയാണ് താൻ ദത്തുപുത്രനാണെന്ന്. സത്യത്തിൽ നമ്മുടെ നന്ദ അറിയാതെയാണോ പറഞ്ഞതെങ്കിൽ പോലും അത് ആ കൊച്ചിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയും ആ കുഞ്ഞിന് വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുവാണ് കേട്ടോ. ഇതിനേക്കാളും വലിയ ഡിപ്രഷൻ നമ്മുടെ പിങ്കിക്കാണ്. അങ്ങനെ പിങ്കി പറയുകയാണ് ലക്ഷ്മിയോട്, വേറെ ആരുമല്ല നന്ദയാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത് എന്ന്. ഇത് കേൾക്കുമ്പോൾ നന്ദയ്ക്കല്ല ലക്ഷ്മിക്കും വല്ലാത്ത ഷോക്ക് ആവുക തന്നെയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേരുക. അങ്ങനെ ലക്ഷ്മി ഈ വിവരം നേരെ ചെന്ന് അരുന്ധതിയോട് പറയുക. അങ്ങനെ അരുന്ധതിയോട് ഓടിച്ചെന്ന് ഈ വിവരം പറയുകയല്ല ചെയ്യുന്നത്. അരുന്ധതി സ്വാഭാവികമായിട്ടും ആ വീട്ടിലൊരംഗമാണല്ലോ. അപ്പൊ ഈ ഒരു വിവരങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ അരുന്ധതി ചോദിച്ചു, ഇതെങ്ങനെയാണ് കുട്ടി അറിഞ്ഞത്? ലക്ഷ്മി ഒന്ന് പറയുന്നുണ്ടോ? എങ്ങനെയാണ് നന്ദുമോൻ ഇത് അറിഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ആ മോഹിനിയുടെ പണിയാണോ? അവളായിരിക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിലും അവൾക്ക് ആ പവിത്രയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുക എന്ന് പറഞ്ഞ് നിലത്തൊന്നും അല്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും അവള് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പം, ഇല്ല ഏടത്തി, അവളല്ല ഇത് പറഞ്ഞത്, മോഹിനി അല്ല ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞത് നമ്മുടെ എല്ലാം ശത്രുവില്ലേ, നമ്മളെയൊക്കെ ഒരു ദിവസം കരയിപ്പിച്ചിട്ട് പോയില്ലേ ഒരുത്തി, നന്ദ, അവളാ. ഇത് കേട്ട് അരുന്ധതി ഷോക്കായിപ്പോയി. അരുന്ധതി, എന്താ എന്താ ലക്ഷ്മി, ഇത് നന്ദ പറഞ്ഞെന്നോ? അവക്ക് എങ്ങനെ തോന്നി ഈ മഹാപാപം ചെയ്യാൻ? സഹിക്കില്ല, ഞാൻ ഇത് സഹിക്കില്ല. നോക്കിക്കോ, അവൾ അനുഭവിച്ചേ ചാകൂ. അവൾ എന്ന് ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ തകർച്ച. അതുപോലെ തന്നെ അവള് രണ്ടാമത് ഈ വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങിയപ്പോ ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് ആരും അത് അംഗീകരിച്ചില്ല. എന്നിട്ടിപ്പം ദേ നമ്മുടെ നന്ദുമോനെ നമ്മളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയല്ലേ ഇതൊക്കെ നന്ദുമോനോട് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞ് നമ്മുടെ അരുന്ധതി അങ്ങ് തുടങ്ങി. അങ്ങനെ പിങ്കി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അരുന്ധതിയോട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എന്ത് ചെയ്തിട്ടും നന്ദുമോൻ വാതിൽ തുറക്കുന്നില്ല. ബാത്റൂമിനകത്ത് കയറിയിട്ട് കതക് അടച്ചിട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. പിങ്കി വല്ലാത്ത കരച്ചില. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അരുന്ധതി എടുത്തി വന്നൊന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അരുന്ധതി വരികയാണ്. അപ്പൊ അരുന്ധതി പറഞ്ഞു, മോളെ പിങ്കി, നീ വിഷമിക്കാതിരിക്കുക. നിന്റെ കുഞ്ഞ് നിന്നെ വിട്ടിട്ട് പോകാനൊന്നും പോകുന്നില്ല. അവള് നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. വേണ്ട, മോള് കരയാതിരിക്കുക. മോനെ നന്ദു, മോനെ ഇറങ്ങിക്കേ. മുത്തശ്ശിയാ വിളിക്കുന്നത്, മോൻ ഇറങ്ങി വന്നേ. മുത്തശ്ശി മോനോടൊരു കാര്യം പറയട്ടെ. ആരുടെ മുത്തശ്ശി? എന്റെ മുത്തശ്ശിയോ? എന്റെ മുത്തശ്ശി അല്ലല്ലോ. അച്ഛമ്മ എന്റെ അല്ല, മുത്തശ്ശി എന്റെ അല്ല, അമ്മ എന്റെ അല്ല, പപ്പ എന്റെ അല്ല, ഈ വീടും എന്റെ അല്ല, എനിക്ക് ആരുമില്ല. അതുകൊണ്ടേ എന്നെ ആരും വിളിക്കണ്ട, ഞാൻ ഇറങ്ങി വരില്ല. അയ്യോ മോനെ, മോനോട് ആരാ പറഞ്ഞത് മോൻ ആരും ഇല്ലെന്ന്? മോനെല്ലാരും ഉണ്ട്. മുത്തശ്ശിയുടെ മോനെ ഇറങ്ങി വന്നേ. മുത്തശ്ശിയുടെ മോൻ ഇറങ്ങി വരികയാണെങ്കിലേ മുത്തശ്ശി മോനൊരു കാര്യം പറഞ്ഞു തരാം. അതെ, മോൻ ഇറങ്ങി വാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. കുട്ടി എന്ത് ചെയ്താൽ ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും പിങ്കിയും ഒക്കെ ഭയങ്കര കരച്ചില്. അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ അരുന്ധതി എന്തൊക്കെയോ പറഞ്ഞ് ആ കുട്ടീനെ ഇറക്കാണ്. അത് മാത്രമല്ല, ആ കുട്ടിയോട് പറയുന്നത്, മോൻ അങ്ങനെ അതിനകത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ മോന് സ്പോർട്സിന് പങ്കെടുക്കണ്ടേ, മീറ്റിൽ പങ്കെടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് മോൻ ഇറങ്ങി വന്നാൽ ഞാനൊരു കാര്യം പറയാന്നൊക്കെ പറഞ്ഞാണ് അരുന്ധതി വിളിക്കുന്നത്. ആണോ, എന്റെ സ്പോർട്സ് മീറ്റ് ആകാറായോ? എന്നാ ഞാൻ ഇറങ്ങി വരാന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി നിഷ്കളങ്കമായ മനസ്സല്ലേ, പിഞ്ചു കുഞ്ഞല്ലേ, അത് ഇറങ്ങി വരികയാണ്. അപ്പൊ അത് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കി വാരി കോരി എടുത്ത്, മോനെ 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 അറിഞ്ഞത് ഒന്നും സത്യമല്ല. ഞാൻ അറിഞ്ഞതൊക്കെ സത്യ. ഡോക്ടർ ആന്റി ഒരിക്കലും കള്ളം പറയില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ഡോക്ടർമാര് കള്ളം പറയാറില്ലല്ലോ, പോലീസ് കള്ളം പറയാറില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഡോക്ടർ ആന്റി കള്ളം പറയുന്നത്? ഒരിക്കലും കള്ളം പറയുന്നതല്ല. മോൻ അതൊന്നും കേൾക്കണ്ട, മോൻ അതൊന്നും വിശ്വസിക്കണ്ട. മോന്റെ വീടൊക്കെ കണ്ടിട്ടേ ഡോക്ടർ ആന്റിക്ക് അസൂയ. മോനെ എല്ലാവരെയും സ്നേഹിക്കുന്നത് കണ്ടപ്പം ഡോക്ടർ ആന്റിക്ക് അസൂയ മൂത്ത് ഡോക്ടർ ആന്റി മോനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാ. അതുകൊണ്ടേ ഡോക്ടർ ആന്റി അഴുക്ക, കൊള്ളൂല, ചീത്തയാ. എന്റെ ഡോക്ടർ ആന്റി പാവാ. എന്റെ ഡോക്ടർ ആന്റി ആണല്ലോ എന്നെ സ്പോർട്സ് മീറ്റിൽ പങ്കെടുപ്പിക്കാന്നൊക്കെ പറഞ്ഞത്. ഞാൻ സമ്മതിക്കൂല. എന്റെ ഡോക്ടർ ആന്റി പാവാ, എന്റെ ഗൗരി മോളും പാവാ. ഡോക്ടർ ആന്റി എന്നോടല്ല ഇത് പറഞ്ഞത്. ഡോക്ടർ ആന്റിയുടെ വീട്ടിലൊരു അങ്കിളില്ലേ, ആ അങ്കിളിനോടാ ഇത് പറഞ്ഞത്. അതാ ഞാൻ കേട്ടത്. അപ്പോഴാണ് നമ്മുടെ പിങ്കി മനസ്സിലാക്കുന്നത്, സത്യത്തിൽ നമ്മുടെ നന്ദ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ആരോട്? നന്ദുവിനോട്.
അപ്പം ആ വീട്ടിലെ അങ്കിൾ എന്ന് പറയുമ്പോൾ നിർമ്മലാണല്ലോ, അപ്പം നിർമ്മലിനോടാണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പൊ തന്നെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചതാ, നന്ദ ഒരിക്കലും മോനോട് ഇത് പറഞ്ഞിട്ടില്ല. അപ്പം നന്ദ അവിടെ വീട്ടിലുള്ള അങ്കിളിനോടല്ലേ പറഞ്ഞെന്ന് പറഞ്ഞേ. അപ്പം അപ്പം ദേ നമ്മൾ തെറ്റിദ്ധരിച്ചതാ, ഒരിക്കലും നന്ദ കുട്ടിയോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും കൊച്ചവിടെ ഉള്ളതല്ലേ, സൂക്ഷിച്ചും കണ്ടും അവൾക്ക് സംസാരിക്കത്തില്ലേ, അല്ലെങ്കിൽ അവൾ ഒരു എണ്ണം കെട്ടവളാ. അവള് കാരണം പിങ്കി നിന്റെ ജീവിതം ഇനി നശിക്കും. ഇനി അതുകൊണ്ട് ഒരു മീറ്റിനും വിടണ്ട, ഒരു കോപ്പിനും വിടണ്ട. ദേ ഇവിടെയുള്ള പ്രാക്ടീസ് കൊടുക്കലൊക്കെ മതി. ഇനി ഇനി കൊച്ചിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിലെ തറവാട്ടമ്മ എന്ന നിലയിൽ എന്റെ തീരുമാനം ഇത്. ഞാൻ ഈ കുട്ടീനെ പറഞ്ഞയക്കാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി പുതിയൊരു ഇതിടുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് പക്ഷെ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കുട്ടിയുടെ ആഗ്രഹം സാധിച്ചെടുക്കുക എന്നതാണ് പിങ്കിയുടെ താല്പര്യം. ഇപ്പം കുട്ടി പറയുന്നുണ്ട്, എനിക്ക് പോകണം, എനിക്ക് ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് പോകണം, ഡോക്ടർ ആൻറ്റി എന്നെ നടത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എങ്കിലും അരുന്ധതി സമ്മതിക്കാത്തിടത്തോളം കാലം നമ്മുടെ ഗൗതമിനി ഒട്ടും സമ്മതിക്കാൻ പോകുന്നില്ല. ഏതായാലും ഇതിനെയൊക്കെ ഇടയിലാണ് നമ്മുടെ നന്ദയ്ക്ക് അടുത്ത പ്രശ്നം വരുന്നത്. അപ്പൊ അടുത്ത പ്രശ്നം വേറെ ആരുമല്ല, അവിടുത്തെ കൗൺസിലർ ഉണ്ടല്ലോ, നമ്മുടെ ശാന്തിപുരത്തെ കൗൺസിലർ വരികയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നന്ദയെ തകർക്കണം, നന്ദയുടെ കുടുംബജീവിതം തകർക്കണം, കുഞ്ഞിനെ തകർക്കണം. ആ പുള്ളിക്കാരന്റെ മോനെ ആത്മഹത്യ ചെയ്തല്ലോ, അത് ഒരു മഹാ ഫ്രോഡായിരുന്നു ആ പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരനാണെങ്കിൽ കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു. അങ്ങനെയാണ് നമ്മുടെ നന്ദ കൊണ്ട് കേസൊക്കെ കൊടുത്തതും. പക്ഷെ അത് നന്ദയുടെ കുറ്റമല്ല. ഒരു സമൂഹത്തിൽ ഒരു ദ്രോഹി വളർന്നു വരികയാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതോ പോലീസിൽ പിടിച്ചു കൊടുക്കുന്ന ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ കൗൺസിലറിന് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരേ ഒരു മകനാണുള്ളത്. തൻ്റെ മകന്റെ ജീവിതം പോയതും തൻ്റെ മകൻ നഷ്ടപ്പെട്ടതും നമ്മുടെ നന്ദ കാരണം തന്നെയാണ്. അങ്ങനെ നന്ദയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി, നന്ദ ഇപ്പം ശാന്തിപുരത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദയുടെ ജീവിതം നശിപ്പിക്കണം. അതിന് നേരെ ഇന്ദീവരം തറവാട്ടിലേക്ക് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പഠിച്ചെടുത്തു ഈ പറയുന്ന കൗൺസിലർ. എന്നിട്ടാണ് ഇന്ദീവരം തറവാട്ടിലേക്ക് വരുന്നത്. അതും നമ്മുടെ നന്ദയോട് ദേഷ്യം വന്നിരിക്കുന്ന സമയമാണല്ലോ. കുഞ്ഞിനോട് ഇതൊക്കെ പറഞ്ഞുവെന്നും നന്ദ കാരണമാണ് കുഞ്ഞിത് അറിഞ്ഞതെന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന സമയമല്ലേ. പക്ഷേ ബാക്കിയുള്ളവർക്ക് ആർക്കും ഈ നിർമ്മലിനെ കുറിച്ചോ നമ്മുടെ നന്ദയുടെ വേറൊരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ ഒന്നും അറിയില്ല. പിങ്കിക്കും നമ്മുടെ ഗൗതമിനും അല്ലാതെ നിർമ്മൽ കൂട്ടത്തിലുണ്ടെന്ന് ഇവിടെയുള്ള ലക്ഷ്മിക്കോ നമ്മുടെ അരുന്ധതിക്കോ ഒന്നും അറിയില്ല. പക്ഷേ ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ ഈ കൗൺസിലർ വരുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അങ്ങനെ കൗൺസിലർ വരുന്നു, ഇന്ദിവരം തറവാട്ടിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കയറി വരുന്നു. ഞാൻ ശാന്തിപുരത്ത് നിന്ന് വരുന്നതാണ്, ഞാൻ നിങ്ങളെ കുറച്ച് വിവരം അറിയിക്കാൻ വന്നതാണ്. നിങ്ങളുടെ കുട്ടിയെ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ പാടില്ല. നന്ദ എന്ന് പറയുന്ന സ്ത്രീ ഒരു ഡോക്ടറാണെന്ന് പറയാൻ വരെ സത്യത്തിൽ നാണക്കേടാണ്. അതുപോലെയാണ് ആ സ്ത്രീയെ ശാന്തിപുരത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം ആ സ്ത്രീയുടെ കൂടെ ഒരു പുരുഷനുണ്ട്. ആ പുരുഷനാണ് ഇതെന്ന് പറഞ്ഞ് നിർമ്മലിന്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. ഇതെല്ലാം നമ്മുടെ അരുന്ധതിയും ലക്ഷ്മിയും ഒക്കെ കണ്ടും വല്ലാണ്ട് അങ്ങ് കണ്ണു തള്ളുകയാണ്. ഇത് നിർമ്മലല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാവരും നോക്കുകയാണ്. അപ്പൊ നിർമ്മലിനെ അറിയോ എന്ന് ആ കൗൺസിലർ ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഇയാളെ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കുമാണ് കൗൺസിലർ പറയുന്നത്, ഇവള് വെറും മഹാകൊഴയാണ്, പിഴയാണ്. ശാന്തിപുരത്തിൽ ഇവളുടെ പേര് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും തൊലി ഉരിഞ്ഞു പോകും. ഇപ്പം ഇവനാണ്. പിന്നെ ഇങ്ങനെ മാറി മാറി ആൾക്കാർ ഇവളുടെ അടുത്ത് വന്നുകൊണ്ടേ ഇരിക്കും. അവക്കൊരു കുട്ടിയുണ്ട്, അത് ആരുടെ കുട്ടിയാന്ന് പോലും അവക്ക് അറിയത്തില്ല. അവള് കാരണം സത്യം പറഞ്ഞാൽ ശാന്തിപുരത്തെ നാട് ചീത്തപ്പേര് കേട്ടു. അവക്ക് ഒരു നിലയും വിലയും ഇല്ല. ഒരു ഡോക്ടറാണെന്നുള്ള ഒരു ചിന്തയൊന്നും അവക്കില്ല. അവക്ക് എപ്പോഴും അവിഹിതം അവിഹിതം അവിഹിതം. അത് തന്നെയാണ് അവളെന്ന് പറഞ്ഞ് നന്ദയുടെ ആ രൂപം അങ്ങ് മാറ്റാണ് കേട്ടോ. അപ്പം ഇവർക്ക് ഇത് കേട്ട് കഴിയുമ്പം അവരെ അങ്ങ് വിശ്വസിച്ച് പോവുക. കാരണം വിശ്വസിച്ച് പോകൂല്ലോ. ഒന്നാമത് നന്ദേനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ കുറ്റം നമ്മളോട് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. അത് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ നന്ദയാണെങ്കിൽ ഇതൊന്നും അറിയാതെ പാവം നന്ദുമോൻ വരുന്നുമില്ല. അതുകൊണ്ട് ഗൗതമിനെ വിളിക്കുകയാണ്, നന്ദുമോനെ എന്താ വിടാത്തത്, നന്ദുമോനെ ഇങ്ങോട്ടേക്ക് വിടണം, അവന് ഉടനെ ഒരു സ്പോർട്സ് മീറ്റ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അവനെ ഞാൻ പാകപ്പെടുത്തി എടുത്തോണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് വെച്ച് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഒരു കോപ്പും വേണ്ട, നിന്റെ ഒരു സഹകരണവും വേണ്ട, ഇവിടം കൊണ്ട് നിർത്താണ്, എൻ്റെ മോനെ ഇനി കൂട്ടാനോ എൻ്റെ മോനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ വന്നേക്കരുത്
എൻ്റെ മോനെ നിന്റെ അടുത്തേക്ക് ഇനി വിടുന്നില്ല, എല്ലാം മതിയായി, നീ കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, നീ ഒറ്റ ഒരുത്തി കാരണം എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ നീ നഷ്ടപ്പെടുത്തി, ഇപ്പം എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെയും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കാൻ വന്നോണ്ടല്ലേ വൃത്തികെട്ടവളെ, നിന്നെ ഞാൻ വലിച്ച് കീറി കൊല്ലുവുള്ളൂ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഓർക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറയാം മര്യാദയ്ക്ക് ഇവിടം വിട്ട് നീ ശാന്തിപുരത്തേക്ക് ഏത് പുരത്തേക്കോ വേണേലും പൊക്കോ എന്നും പറഞ്ഞ് ഫോണും വിളിച്ചു. നമ്മുടെ നന്ദയ്ക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങ് വല്ലാണ്ടായി കേട്ടോ. ഏതായാലും ഇതിനിടയിൽ നന്ദനെ കൗൺസിലറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഏതായാലും നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാകാൻ പോകുന്നില്ലടി, നീ കെട്ടിക്കേറി ചെന്ന വീട്ടില് ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, 1ന് 10 ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ നിർമ്മലിനെ വെച്ചുകൊണ്ട് പരമാവധി നാറ്റിക്കാൻ പറ്റുന്നതൊക്കെ നാറ്റിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് കൊച്ചിന് സ്പോർട്സ് മീറ്റ് വരുന്നത്, നന്ദുമോന്. അങ്ങനെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇതനുസരിച്ച് ഈ കുട്ടീനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, സ്പോർട്സ് മീറ്റിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയും, കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ, അതുകൊണ്ട് തന്നെ സ്പോർട്സ് മീറ്റിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയും നമ്മുടെ പിങ്കിയും ഗൗതമും തയ്യാറെടുക്കുകയാണ്. ഇന്ത്യവരം തറവാട്ടിലെ എല്ലാവരും കൂടെ ചേർന്ന് കുട്ടിയുടെ ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കണമല്ലോ, അപ്പൊ അതിന് തയ്യാറെടുക്കുകയാണ്. ഏതായാലും കുട്ടി ഏകദേശം നടന്ന് ആ ഒരു ബ്രേസ്ലെറ്റ് ഊരി നടക്കാറൊക്കെ ആയില്ലോ. ഇനിയിപ്പം കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോലും കുട്ടി ആ ഒരു മീറ്റിൽ പങ്കെടുപ്പിച്ചാൽ മതിയെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് അവനെ പങ്കെടുപ്പിക്കണം എന്ന്. അങ്ങനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ കുട്ടി ഒന്ന് വീഴുന്നത്. അങ്ങനെ ഈ കുട്ടി വീട് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, നമ്മുടെ നന്ദ വിചാരിക്കാതെ പിന്നെ ഈ കുട്ടി എണീക്കില്ല. കുട്ടിക്കൊരു വിശ്വാസം ഉണ്ട്, നന്ദ ഡോക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കാൻ പറ്റും, നന്ദ ഡോക്ടർ എനിക്ക് വാക്ക് തന്നതാണ്, അതുകൊണ്ട് എന്നെ നന്ദ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി, എനിക്ക് ഡോക്ടർ ആന്റീനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വീണ്ടും കുട്ടി വാശി പിടിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെ നമ്മുടെ ഗൗതം നന്ദയെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നന്ദ കുട്ടിയെ വീണ്ടും ഏറ്റെടുക്കുവോ, കുട്ടിയെ വീണ്ടും നന്ദ ആ സ്പോർട്സ് മീറ്റിൽ പങ്കെടുപ്പിക്കാൻ പ്രാക്ടീസ് ഒക്കെ കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ നന്ദയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, നന്ദ ആ കുട്ടീനെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. ഏതായാലും നമ്മുടെ നന്ദ ആരാണെന്നും എന്താണെന്നും ഗൗതം ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിർമ്മലിൽ നിന്ന് എല്ലാ സത്യങ്ങളും ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഗൗതം അറിയുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കുറെ ദിവസമായി നിർമ്മല സത്യങ്ങൾ ഇപ്പൊ പറയും, നാളെ പറയും, പിന്നെ പറയുന്നു. പക്ഷേ കഥയിൽ അങ്ങോട്ട് പറയുന്നുമില്ല. നിങ്ങളും ഓർക്കുന്നുണ്ടായിരിക്കും, ഈ ചിന്നു ഈ പറയുന്നതല്ലാതെ ഇതുവരെ നിർമ്മലിന്റെ വായിൽ നിന്നൊന്നും വീണിട്ടില്ലല്ലോ, നിർമ്മലിനെ ഒന്ന് ചൊവ്വേ നേരെ ഗൗതം നോക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കഥ അങ്ങനെയാണ്. ഏതായാലും കഥയാണല്ലോ, കുറച്ചിങ്ങനെ വലിച്ചൊക്കെ അവർ കൊണ്ടുപോകും. പിന്നെ ഈ കഥ തീരാൻ പോകുവാണോ എന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഥ കഴിയാൻ പോകുവാണോ, കഥയുടെ ക്ലൈമാക്സ് ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ക്ലൈമാക്സ് ആയി എന്നൊന്നും. ഇതിന്റെ ഹിന്ദി വേർഷനൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഹിന്ദി വേർഷനിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സീസൺ 1ഉം സീസൺ 2 ഒക്കെ കഴിഞ്ഞു പോയൊരു കഥയാണ്. അപ്പൊ അതുപോലെ ഏകദേശം കഥ നടക്കുന്നുണ്ടെങ്കിലും അതുമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റത്തില്ല. അതിൽ കുറെ വ്യത്യാസങ്ങൾ, കുറെ കഥാപാത്രങ്ങൾ കൂടുതലുണ്ട്, ഇതിൽ കുറച്ച് കഥാപാത്രങ്ങൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാനും പറ്റത്തില്ല. ഏതായാലും അറിയില്ല. ഏതായാലും ഇതുവരെ നമുക്ക് തീരുമെന്നൊരു ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇനി ഒരു നല്ലൊരു സായാഹ്നം എന്നൊക്കെ വേണേൽ പറയാം, ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ.